ഒരു ഇന്റർവെൽ പഞ്ച് കണ്ടിട്ട് എനിക്കൊരു എമ്പുരാൻ ഒരു വെല്ലുവിളി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ല. സ്റ്റൈലിഷ് ലുക്ക് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഓരോ ഫ്രെയിമിലൊക്കെ വന്ന് പോകുന്ന ഓരോ സീനുകളും ആക്ഷൻ സീക്വൻസൊക്കെ ഒരു രക്ഷയില്ല. ബീജിയം ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു ഹൈലൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാ വകയും പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ഒരു എന്താ പറയുക, യങ്സ്റ്റേഴ്സിന് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഗെയിം ചേഞ്ചർ ലൈവ് സെറ്റപ്പിലേക്കാണ് പടം പോണത്. അതിന്റെ വാട്ട് ഐ മേക്ക് അതാണ് പറയാനുള്ളത്. മേക്കിംഗ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ്. അത് നമ്മൾ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂക്കേനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ എക്സ്ട്രീം ലെവലിലാണ് പടം പോയേക്കുന്നത്. ഇത് കയറി കത്തും, ഒരു ഡൗട്ടും ഇല്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് പടം ഓൾറെഡി തരുന്നുണ്ട്. ഒരു രോമാഞ്ചിഫിക്കേഷൻ അതാണ് നമുക്ക് ഈ പടത്തിൽ നമുക്ക് ഇന്റർവെല്ലാണെങ്കിലും കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു വൗ ഫാക്ടറിലാണ് കൊണ്ട് നിർത്തിയത്. ഫ്രെയിമാണ് പടത്തിന്റെ, അതായത് ഓരോ ഷോട്ടുകളും ഓരോ സീക്വൻസും ഒരു ക്ലോസ് ഷോട്ട് ആണെങ്കിലും മമ്മൂക്കയുടെ എൻട്രി സീൻ ആണെങ്കിലും എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാനുള്ള ഒരു വൗ ഫാക്ടർ തരുന്നുണ്ട്. മിക്ക സീനുകളും തരുന്നുണ്ട്. ഇഷ്ടമാണ്, ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. 2025 തമ്പുരാനാണ്.